അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മുസ്കിറാത്തുൻ വ മുഖദ്ദിറാത്തുൻ, ലഹരി പദാർത്ഥങ്ങൾ, അതിൻ്റെ ഉപയോഗങ്ങൾ. ഇതിലെ ഗ്രാമർ ജസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിലെ ഷർത്ത് ജവാബ് എന്നുള്ള രണ്ട് ഗ്രാമറാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ പാഠം ഒന്ന് വായിച്ചിട്ട് എന്താണെന്നുള്ള ഗ്രാമർ നമുക്ക് ചർച്ച ചെയ്യാം. മുസ്കിറാത്ത് മുഹദ്ദിറാത്ത്, ഈ പാഠത്തിൽ പറയുന്ന കുറെ വേർഡുകൾ ഉണ്ട്. ഇത് ഓരോ മുഹദ്ദിറാത്തിന്റെ ലഹരിയുടെ പേരുകൾ ഇതിലൊക്കെ പറയുന്നുണ്ട്. ഈ ചാപ്റ്റർ നമുക്കൊന്ന് വായിച്ചു നോക്കാം. യഹ്ദഫു ഹാദ ദർസു ഇലാ തഅലീമി അദവാത്തി ശർത്തി മഅ തഅരീഫി ബിഅൻവാഇ മുഖ്തലിഫത്തി മിനൽ മുസ്കിറാത്തി വൽ മുഹദ്ദിറാത്തി. ഈ പാഠത്തിൽ നാം പഠിക്കാൻ പോകുന്നത് ഷർത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ വിശദീകരണങ്ങളും അതേപോലെ ലഹരി പദാർത്ഥങ്ങളും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന, വ്യക്തിപരമായിട്ടുണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറഞ്ഞാൽ ഡീമെറിറ്റ് ആയിട്ടുള്ള സ്വാധീനം കേട്ടോ. അതിന്റെ ഫലങ്ങൾ, അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാണ്. ആൽക്കഹോൾ പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അന്നസു അൽ ഹംറു ഹുവ അക്ബറു അൻവാഇൽ മുസ്കിറാത്തി വ അക്സറുഹ ഇന്തിശാറൻ ഫിൽ ആലമി. കള്ള്, ലഹരി എന്നൊക്കെ പറഞ്ഞാൽ അത് ലോകത്ത് ഏറ്റവും വലിയ ലഹരി പദാർത്ഥത്തിൽപ്പെട്ട ഒരു ഇനാണ് നമ്മളെ മദ്യം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ വഅക്സറുഹ ഇന്തിശാറ ഫിൽ ആലമി, ലോകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലഹരിയാണ് ഈ മദ്യം എന്നുള്ളത്. വൽ മുസ്കിറാത്ത് എന്നുള്ളത് ജംഉ മുസ്കിരിൻ, മുസ്കിരിൻ എന്നതിന്റെ ജംആണ് മുസ്കിറാത്ത് എന്നുള്ളത്. ഔ മുസ്കിറത്തിൻ അല്ലെങ്കിൽ മുസ്കിറത്തിന്റെ, അതിന് മുഫ്രദ് മുസ്കിറോ അല്ലെങ്കിൽ മുസ്കിറത്തോ. വഹിയ, ഈ മുസ്കിറത്തി എന്ന് പറഞ്ഞാൽ കലിമത്തുൽ മുസ്തഖത്തും, അത് എടുക്കപ്പെട്ടതാണ് മിൻ സുക്കിരിൻ. സുക്കിർ എന്ന് പറയുന്നത് ബേസ്, അസ്ലി. സുക്കിർ എന്ന് പറഞ്ഞാല് സുക്കിറിന് സക്കറ, അതേപോലെ തന്നെ പലവിധ അർത്ഥങ്ങളുണ്ട്. സാഹചര്യത്തിനോട് യോജിച്ച് സുക്കിർ എന്നതിന് പലവിധ അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇവിടെ സുക്കിർ എന്ന് പറഞ്ഞാല് ബിസിഫത്തിഹ ഹാലത്തൻ തഅ്തരിദു ബൈനൽ മർഇ വഅഖലിഹി, മനുഷ്യന്റെയും ബുദ്ധിയുടെയും ഇടയിൽ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരാള് ലഹരി ഉപയോഗിച്ചിട്ട് മത്താവുക എന്നുള്ള, അതേപോലെ തേന് കുടിച്ചിട്ട് മധുരം കൂടുതൽ ഉപയോഗിച്ച ബുദ്ധി ഉണ്ടേനു, എന്നാലേ അവനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടുള്ള ബുദ്ധി അവനില്ല. ഒരു 50% ആളെന്നൊക്കെ പറയുമല്ലോ, ഒരു മത്താവുക എന്നുള്ള, മത്ത് പിടിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് സുക്ർ എന്നുള്ളത് വരുന്നത്. വയൂജദ് സുക്റു ഫിൽ ഖുമൂരി വൽ മശ്റൂബാത്തിൽ ഫുഹൂലിയത്തി വൽ മുഖദ്ദിറാത്തി. ഈ മത്താവ എന്നുള്ള ഒരു സംഭവം എന്നുള്ളത് അത് മദ്യത്തിൽ വരുന്നുണ്ട്, മറ്റു ആൽക്കഹോളിക് പരമായിട്ടുള്ള പാനീയങ്ങളിൽ വരുന്നുണ്ട്, വൽ മുഖദ്ദിറാത്തി മറ്റു ലഹരി പദാർത്ഥങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഫർ റസൂലു അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അഖാമൽ ഹദ്ദു, ഇസ്ലാമിലെ ശറഈ പരമായിട്ടുള്ള ഒരു ശിക്ഷയാണ് എന്ത്, ഹദ് എന്ന് പറഞ്ഞാൽ ശിക്ഷ. അല ഷാരിബിൽ ഹംറി, കള്ള് കുടിക്കുന്ന ആൾക്ക് ശിക്ഷ എന്തുണ്ട്, ബിൽ റബ്ബി, അവനെ അടിക്കണം, ഫി ഫിനാഇൽ മസ്ജിദി, പള്ളിയുടെ മുറ്റത്തിൽ നിന്ന് അവൻ ആളുകൾക്കാണ് അടിക്കണം എന്നുള്ളതാണ്. അത് ബി മൂജബി റിവായത്തി സ്വഹീഹൈനി, അത് ഹദീസുകളിൽ ദൃഢമായിട്ട് വന്നിട്ടുണ്ട്. ഖായിറൻ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ മത്താക്കുന്ന, ബുദ്ധിയെ അകറ്റുന്ന എല്ലാ കാര്യവും അത് മദ്യാണ്. അതേപോലെ തന്നെ കുല്ലു ഖംറിൻ ഹറാമൻ, ഈ മദ്യം ലഹരി മാത്രം എല്ലാ കാര്യങ്ങളും അത് ഹറാമാണ്, നിഷിദ്ധമാണ്. കമ അന്നഹു സർറഹ, നബി തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞതുപോലെ ഖംറ് ഹറാമാണ്, വശുർബിഹി, അതിനെ കുടിക്കലും, വബൈഇഹി, അതിനെ വാങ്ങലും, ഖലീലൻ കാന ഔ കസീറ, അത് കുറച്ചാണെങ്കിലും കുറയാണെങ്കിലും അത് വാങ്ങലും വിൽക്കലും കുടിക്കലും ഒക്കെ എന്താണ്, ഹറാമാണ് എന്നുള്ളതാണ്. ഇൽമൻ, അറിഞ്ഞതിന് വേണ്ടി. എന്താ, ബിഅന്നൽ മശ്റൂബാത്തി, ഈ പാനീയങ്ങൾ, കുഹൂലിയത്തി, ആൽക്കഹോളിക് പരമായിട്ടുള്ള പാനീയങ്ങൾ, തഗൈബുൽ അഖല, അത് ബുദ്ധിയെ മറപ്പിക്കും, അത് ബുദ്ധിയെ ഇല്ലാതാക്കും. അത് ഉപയോഗിക്കലോട് കൂടെ തന്നെ നമുക്ക് ഉന്മാദം ഉണ്ടാവും, അത്യുന്മാദം ഉണ്ടാവും. നശ്വത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത്യുന്മാദം എന്ന അർത്ഥമാണ്. നമുക്ക് ബുദ്ധി ഉണ്ടായിരിക്കെ നമുക്ക് ഒന്നും അമിതമാവാൻ പാടില്ലല്ലോ, അങ്ങനത്തെ സന്തോഷം നമുക്ക് ഉണ്ടാവും. ഹിയ മുസ്കിറാത്ത് മഹ്മൂറൻ, അത്തരം കാര്യങ്ങളാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാണ്. ഇനി അതിന്റെ ദൂഷ്യഫലങ്ങളാണ് പറയുന്നത്. അമ്മാ തഅ്സീറുൽ ഖംറി സൽബി, ഈ മദ്യം ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യമായ ഫലം, സെൽബി എന്ന് പറഞ്ഞാൽ ദൂഷ്യമായത്, നെഗറ്റീവ് ആയിട്ടുള്ള നമ്മളെ എന്താണ്, ആദ്യം അത് നമ്മുടെ രക്തത്തിലേക്കാണ് എത്തുക. ഫി ഫത്രത്തിൻ ഖസീറത്തിൻ, കുറഞ്ഞ നേരം കൊണ്ട് തന്നെ അത് നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞു ചെയ്യുകയാണ്. ഫഇദാ ശരിബഹു അഹദുൻ, ആരെങ്കിലും അതിനെ കുടിച്ചാലേ ഫബദഅൽ ഹലല ഫി തർകീസി അലാ അമലിഹി, അവന്റെ
ചെയ്യുന്ന കാര്യങ്ങളിൽ അവനിക്ക് ഒന്ന് കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അവന് ശ്രദ്ധ പുലർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഹലല് എന്ന് പറഞ്ഞാൽ അവന് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇടർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇദ്മാനുഹു അഡിക്റ്റ് ആവുമെന്നാണ് ഇദ്മാൻ എന്ന് പറഞ്ഞാൽ ഈ അവന് ലഹരി പദാർത്ഥങ്ങളുമായിട്ട് അഡിക്റ്റ് ആവുന്ന, അത് ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകൾ യുഹദ്ദിബുൽ മഈദത്ത, അവരുടെ ആമാശയങ്ങൾക്ക് അത് പ്രശ്നം വരുന്നതാണ്. വയുസബ്ബിബുൽ അംറാദ രിഅതി, അങ്ങനെ കരൾ സംബന്ധമായിട്ടുള്ള രോഗം അവനിക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി യുവാസിൽ ഷഖ്സുൻ, ആരെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഷുർബുൽ ഹംരി, ഈ കള്ള് കുടിക്കലിനെ നിരന്തരം ചെയ്യുകയാണെങ്കിൽ, ഈ മുദ്ദത്തിൻ ത്വവീലത്തിൻ, കുറെ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഇങ്ങനെ കള്ളു കുടിക്കാൻ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ ഫഹോ യുസാബു, അവനക്ക് എത്തും അവൻ അംറാദി ഖതീറത്തിൻ, അവന് വളരെ വലുതായിട്ടുള്ള രോഗങ്ങൾ വരും എന്നുള്ളതാണ്. എങ്ങനത്തെ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ മിസ്ല നൗബാത്തിൽ ഖൽബി, അവന് നൗബാത്തിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സെർത്താനി, ക്യാൻസർ സംബന്ധമായിട്ടും വഗൈറുഹും, അവ രണ്ടുമല്ലാത്ത മേജർ ആയിട്ടുള്ള രോഗങ്ങൾ അവന് ബാധിക്കപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ തഅ്സീറു സൽബി എന്നുള്ളത് കേട്ടോ. ഇനി നിസ്ബത്തുൽ കുഹൂൽ, ഇനി ശരീരത്തിൽ ആൽക്കഹോളിക്കിന്റെ അളവ് കൂടിയാൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. നിസ്ബത്തുൽ കുഹൂലി ഫിദ്ദമി, രക്തത്തിൽ ആൽക്കഹോളിന്റെ അളവ് ഉയർന്നാൽ ഫല യസ്തതിഉൽ മുദ്മിന, ഈ അഡിക്റ്റ് ആയിരിക്കുന്ന ആൾക്ക് സാധിക്കുകയില്ല അയ്യറ ഔ യസ്മഅ ഔ യഹിസ, അവന് കാണാനോ കേൾക്കാനോ മറ്റു കാര്യങ്ങൾ സ്പർശനയോഗ്യമായിട്ട് അറിയില്ല. അതേപോലത്തെ അവന് മറ്റു കാര്യങ്ങൾ വാസനിക്കാൻ കഴിയില്ല, അവന് കേൾക്കാൻ കഴിയില്ല, അവന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അവന് ഒന്നിനും കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഈ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാള് വേറെ ഏതോ ലോകത്തായിരിക്കും, എന്നാൽ ഒരു മറഞ്ഞ ലോകത്തായിരിക്കും, ഭ്രാന്തന്മാരെ പോലെ ആയിരിക്കും എന്നുള്ളതാണ്. വകദാലിക്കൽ മുഖദ്ദിറാത്തു, അതേപോലെ തന്നെയാണ് എന്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലും. ഈ ലഹരി പദാർത്ഥങ്ങൾ എന്നുള്ളത് ഫഹിയ മവാദുൻ നബാത്തിയത്തുൻ, ഇത് ഒന്നില്ലെങ്കിൽ സസ്യപരമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട്, അതായത് നമ്മുടെ ഭൂമി മുളപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുണ്ട്. അതേപോലെ തന്നെ ഔ കീമിയായിയത്തുൻ, നമ്മൾ സയന്റിഫിക്കലായിട്ട് നിർമ്മിക്കപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങളും ഉണ്ടെന്നാണ്. ലഹാ തഅ്സീറുഹൽ അഖരിയ്യു വൽ അസ്ബിയ്യു വൽ ബദനിയ്യു, ഈ പദാർത്ഥങ്ങൾക്കും എന്തുണ്ട്, ബുദ്ധിപരമായിട്ടും അസ്ബി എന്ന നമ്മുടെ ഞരമ്പുകളിലേക്ക് അതിന്റെ എഫക്ട് എത്തുന്നുണ്ട്, വൽ ബദനി നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അലാമിനിയതഅതഹ, അതിനെ ഉപയോഗിക്കുന്നവർക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി ഫത്സീബു ജിസ്മുഹു ബിൽ ഫുതൂരി വൽ ഖുമൂരി, അങ്ങനെ അവന്റെ ശരീരം തൂങ്ങി ഉറങ്ങാൻ, ഹുമൂൽ എന്ന് പറഞ്ഞാൽ തൂങ്ങി ഉറങ്ങുക, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കൂല, ഒരു ഭാഗത്തേക്ക് ശ്രദ്ധ പുലർത്താൻ സാധിക്കൂല, നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. വതഖത്തി അഖലഹു, അത് അവന്റെ ബുദ്ധിയെ കളയുന്നുണ്ട്. ഇതുപോലെ കമയുക്തിഹിൽ മുസ്കിറു, ഈ ബുദ്ധി മത്തായി നിൽക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ബുദ്ധി പോകുന്നത്, അതേപോലെ പോകും. ബി ദറജാത്തി മുത്തഫാവത്തി, ഘട്ടം ഘട്ടമായിട്ട് അവന്റെ ബുദ്ധികളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ അവന് ഉയൂബത്തിലേക്ക്, ഉയൂബത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം കോമയിലേക്ക് പോകും എന്നുള്ളതാണ്. നമ്മള് ഹോസ്പിറ്റലിലെ കോമ പേഷ്യന്റ് വരെ ആകും, അങ്ങനത്തെ സ്ഥിതിയിൽ വരെ എത്തും എന്നുള്ളതാണ്. യുഖിബുഹൽ മൗത്തുൽ മുബക്കിറു, അങ്ങനെ അവന് മരണം നേരത്തെയാവും, അവന്റെ ആയുസ് പെട്ടെന്ന് കുറയുമെന്നുള്ളതാണ്. ഫിഹാലത്തിൽ ഇദ്മാനി വൽ ഇഫ്രാത്തി, അവൻ അഡിക്റ്റ് ആയി നിൽക്കുന്ന സമയത്തും, അതേപോലെ വൽ ഇഫ്രാത്ത്, ഇഫ്രാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് അമിതമായിട്ട് ആഗ്രഹിക്കുന്നതിനാണ് ഇഫ്രാത്തി എന്ന് പറയാം. ഇന്നഹ തുസീബുൽ ബദന, അത് ശരീരത്തിലേക്ക് എത്തും, വൽ അസാബ, ഞരമ്പുകളിലേക്ക് എത്തും, ബിൽ ഹദരി വൽ നജസി, അങ്ങനെ അത് ബലഹീനമായി പോകും. അത് സന്തോഷത്തോടു കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് വേദന ഉണ്ടായിട്ടല്ല, നമുക്കത് ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്, ആനന്ദത്തിനും അതിന്റെ ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവര്, അവര് അത് കഴിക്കുന്നതും ഉപയോഗിക്കുന്നതും. ആ സന്തോഷത്തോടു കൂടെ തന്നെ നമുക്ക് ആ സന്തോഷം നമുക്ക് നെഗറ്റീവായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് മാറുക എന്നുള്ളതാണ് കേട്ടോ. ഇനി വമിൻ അഷ്ഹരി അൻവാഇൽ മുഖദ്ദിറാത്തി, ഈ ലഹരി പദാർത്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ കുറച്ച് പദാർത്ഥങ്ങളുണ്ട്. അഫ്യൂൻ എന്ന് പറഞ്ഞ, അഫ്യൂൻ പറഞ്ഞ ഓപ്പിയം എന്നുള്ള, ഓപ്പിയത്തിന്റെ ഫോട്ടോ ഞാൻ എടുത്തിരുന്നു, ഇതിന്റെ PDF അറ്റാച്ച് ചെയ്തിട്ടില്ല. ഓപ്പിയം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. ഓപ്പിയം എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളർ, ഗ്രീൻ കളറിൽ ഒരു ചെടിയാണ്. ആ ചെടി ചെറിയ സ്റ്റേറ്റുകളിൽ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അത് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്, ഒരു ചെടിയാണ് ഓപ്പിയം എന്ന് പറയുന്നത്. വൽ മോർഫിൻ, മോർഫിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻ കില്ലർ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രോഗങ്ങൾക്ക് നമ്മുടെ വേദന മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനത്തൊരു ആശയം,
ആശ്രയം എന്നുള്ളത് ഈ മോർഫിൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ബലഹീനത വരാൻ വളരെ കൂടുതലുള്ള ഒരു സംഭവമാണ് മോർഫിൻ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ കൊക്കൈൻ പറഞ്ഞ കൊക്കൈൻ എന്നുള്ളതാണ്. ഹഷീഷ് എന്ന് പറഞ്ഞാൽ കഞ്ചാവപരമായിട്ടുള്ള ചെടികൾ, പുല്ലുകൾ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അല്ലത്തി തുഅദ്ദി, അവയൊക്കെ നമ്മെ എത്തിക്കുന്നത് എവിടേക്കാണ്? ഇലക്കസ്ലിൽ മഅദത്തി, നമ്മുടെ ആമാശയം അത് ഇല്ലാതാക്കും. വൽ അംആഇ, നമ്മുടെ കുടലുകൾ ഇല്ലാതാക്കും. വൽ ഇംസാക്കിൽ മുസ്ലിമീനി, അതേപോലെ തന്നെ അത് എന്നും ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് മരണം വരെ ഉണ്ടാക്കും. വബഅദ ഫത്രതി മിൻ ഇദ്മാനിഹി യുഅദ്ദി ലിൽ ഇഖ്തിലാലിൽ മുഖി, അങ്ങനെ ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ ഇത് അഡിക്റ്റ് ആവുന്നവർക്ക് ഇഖ്തിലാലിൽ മുഖി, നമ്മുടെ തലച്ചോറ് വരെ ബാധിക്കുന്നുണ്ട്. തലച്ചോറിലെ പല ഭാഗത്തും അത് ബാധിക്കുന്നുണ്ടെന്നാണ്. തലച്ചോറിൽ പല സ്ഥലങ്ങളുണ്ട്. നമുക്ക് തലച്ചോറ് കൊണ്ട് നമ്മുടെ ശരീരങ്ങളിലേക്ക് എത്തിക്കുന്ന ബുദ്ധി, അതേപോലെ തലച്ചോറിലുള്ള സെറിബെല്ലം, തലാമസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അവിടേക്കൊക്കെ അത് എത്തുമെന്നുള്ളതാണ്. വൈത്തിനാഫിൽ കെബിനി, അങ്ങനെ നമ്മുടെ കരള് നശിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. യസ്തഖ്റജുൽ ഉഫ്യൂനു, ഞാൻ പറഞ്ഞ ഓപ്പിയം എന്നുള്ള ഈ സംഭവം അത് പുറപ്പെടുന്നത് നബാത്തിൽ ഹഷ്ഹാഷി, അതൊരു ചെടിയിൽ നിന്നാണ്. ഹഷ്ഹഷ ഒരു പുല്ല് എന്നാണ് സംഭവം. എങ്ങനത്തെ അതാണ്? യസ്റഉ വസ്ത മസാലിൽ ഖുംഹി വശൈ, ബാർലിയുടെയും ഗോതമ്പിന്റെയും കൃഷിയിടങ്ങളിലെ ആ ഭാഗത്ത് കൃഷി ചെയ്യുന്ന, അതിന്റെ ഇടയിൽ കൂടെ കൃഷി ചെയ്യുന്ന ഒരു പുല്ലുകളാണ്, ഒരു ചെടികളാണ് എന്തുള്ളത്? ഈ ഉഫ്യൂൻ എന്ന് പറഞ്ഞാൽ എന്നുള്ളത് കേട്ടോ. വതുഅദ്ദി കമ്മിയത്തുൻ ഖലീലത്തുൻ മിനൽ ഉഫ്യൂനി ഇല റഗബത്തി ഫിന്നൂമി വന്നുആസി വർത്തിഹാഹിൽ ജുഫൂനി. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഓപ്പിയത്തിന്റെ ഉപയോഗം, ചെറിയ തോതിലുള്ള ഉപയോഗം, അത് എന്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്? ഇല റഗബത്തി ഫിന്നൂമി, എപ്പോഴും നമുക്ക് ഉറങ്ങേണ്ടി വരും. ഉറങ്ങാൻ നല്ല താല്പര്യമായിരിക്കും. അതേപോലെ തൂങ്ങി ഉറക്കം ഉണ്ടാവും. വർത്തിയാഹൽ ജുഫിനി, കൺപോളകളൊന്നും നമുക്ക് ഉണർന്നിരിക്കൂല. കൺപോളകളൊക്കെ എപ്പോഴും അടിഞ്ഞുകൊണ്ടേ ഇരിക്കുക. വനഖ്സി ഹർക്കത്തിഹ, അതിന്റെ ചലനം ചുരുങ്ങും. വഹുക്കത്തിയ ജസദി, നമ്മുടെ ശരീരത്തിൽ ചൊറികൾ പോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. വസ്ഫിറാറിൽ വജ്ഹി, നമ്മുടെ മുഖം മഞ്ഞക്കുന്നുണ്ട്. വശുഊരി ബിൽ അസിയാനി, അതുപോലെ തന്നെ നമ്മുടെ തലമുടികൾ അത് മഞ്ഞയാകുന്നുണ്ട്, നിരക്കുന്നുണ്ട്. ബിൽ അസിയാനി, നമുക്ക് ഛർദിൽ വരുന്നുള്ളത്. നമുക്ക് നമ്മുടെ ഏതോ ഒരു ബുദ്ധിക്കനുസരിച്ച് നമുക്ക് എപ്പോഴും വൊമിറ്റ് അനുഭവപ്പെടും എന്നുള്ളതാണ്. വൈബത്തായ ഹർക്കത്തി തനഫുസി, അങ്ങനെ നമുക്ക് ശ്വാസ തടസ്സം വരെ ഉണ്ടാവാൻ, അത് ശ്വാസതടസ്സത്തിന് വരെ പ്രയാസമാകുന്ന സംഭവങ്ങളുണ്ട് ചെറിയ തോതിലുള്ള ഉപയോഗം. അപ്പോൾ വലിയ തോതിലുള്ള ഉപയോഗം അതിനെക്കാട്ടിലും വലുതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും? ഹൃദയമിടിപ്പിന്റെ ആവറേജ് നമുക്ക് കുറയുമെന്നുള്ളതാണ്. നമുക്ക് ആവറേജ് ആയിട്ട് ഹൃദയമിടിപ്പ് ഉണ്ടാവും. ആ ഹൃദയമിടിപ്പിന്റെ അളവ് കുറയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും. കരൾ ഇല്ലാതാക്കാൻ വരെ സാധ്യതയുണ്ട്. അമ്മൽ ഹെറോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലഹരി പദാർത്ഥം ഫഹുവ അഹദ് മുസ്തഖാത്തുൽ മോർഫിൻ, അത് മോർഫിൻ പോലത്തെ ഒരു മരുന്നിന്റെ അതിൽ പെട്ടതാണ് ഒരു ഹെറോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലഹരി പദാർത്ഥം. അക്സറു അൻവാഇൽ മുഖദ്ദിറാത്തി ഖുതൂറത്ത്, ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നുള്ള ഇനങ്ങൾ അധികവും എന്താണ്? ഖുതൂറത്ത്, വളരെ അപകടകാരികളാണ്. അതുകൊണ്ട് നമുക്ക് വളരെയേറെ ദൂഷ്യഫലങ്ങളാണ് വരുന്നത്. യജാലുൽ ഇൻസാനു മുതഅബ്ബിദൻ അലൈഹി ബഅദ ഇസ്തിഹ്ലാഖിഹിൽ അവലി, ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും അതിലേക്ക് മടങ്ങുന്നവരാണ് മനുഷ്യര് എന്ന് പറഞ്ഞാൽ. ഇന്നഹു യുഅസ്സിറു അലൽ ജഹാസിൽ അസ്ബിയിൽ മർകസി, അങ്ങനെ അവന് നരമ്പുപരമായിട്ടുള്ളതും ശാരീരികപരമായിട്ടുള്ള രോഗങ്ങൾ അവന് വന്നു ചേരുന്നുണ്ട്. മിസ്ലമാ യുഅസ്സിറുൽ ഉഫ്യൂനു, ഈ ഓപ്പിയം പോലത്തെ ലഹരി പദാർത്ഥങ്ങൾ എങ്ങനെയാണോ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കുന്നത്, അതേപോലെ തന്നെ ഹെറോയിൻ പോലത്തെ കാര്യങ്ങൾ ശരീരത്തിലേക്ക് ഏൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫയജിബു അലൈന, നമുക്ക് നിർബന്ധമാണ് ഇജ്തിനാബു ഇസ്തിഹ്ലാഖിൽ ഖംറി വൽ മശ്റൂബാത്തിൽ കുഹൂലിയത്തി വൽ മുഖദ്ദിറാത്തി, ലഹരി പദാർത്ഥങ്ങളും ആൽക്കഹോളിക് പരമായിട്ടുള്ള പാനീയങ്ങളും മദ്യവും ഇല്ലാതാക്കൽ അത് നമുക്ക് നിർബന്ധമാണ്. മിൻ അജ്ലിൽ ഹുഫാദി അലാ സിഹ്ഹത്തിന, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. വരിളാഇ റബ്ബിന, നമ്മുടെ രക്ഷിതാവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അൽമാനിയ മിൻഹു, രക്ഷിതാവ് അതിൽ നിന്ന് തടയുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെ തൊട്ട്. ബി ഖൗലിഹി, മാഇദ എന്ന് പറയുന്ന സൂക്തത്തിൽ പറയുന്നുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, തീർച്ചയായും മദ്യവും വൽ മൈസിറു ചൂതാട്ടവും വൽ അൻസാബു വിഗ്രഹ ആരാധനകളും വൽ അസ്ലാമു ഏതെങ്കിലും ഒരു നേരത്തേക്ക് പോകുമ്പോൾ, അസ്ലാം എന്ന് പറഞ്ഞാല് അൻപ് ഒക്കെ എഴുതിട്ട് അതിന്റെ
ദിശ നിർണയിച്ചിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്വഭാവം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതും അടയാളം നോക്കലും എന്നൊക്കെ പറയാം. റിജിസുമിൻ അമലി ഷെയ്ത്താൻ, അത് ഷെയ്ത്താനിൽ നിന്നുള്ള തെറ്റുകളാണ്, ഷെയ്ത്താന്റെ സംഭവങ്ങളാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ വെടിയണം, നിങ്ങൾ അതിനെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഈ പാഠത്തിൽ കുറച്ച് വേർഡുകൾ വരുന്നുണ്ട്, ആ വേർഡുകളൊക്കെ ശരിക്കും പഠിക്കണം. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഗ്രാമർ സംഭവമാണ്. ഗ്രാമർ എന്നുള്ളത് ഗ്രാമർ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രാമർ ഇതില് ഷർത്ത് ജവാബ് എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങളാണുള്ളത്. ഷർത്ത് ജവാബ് എന്ന് പറഞ്ഞാൽ രണ്ട് സെന്റൻസുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഗ്രാമറിനാണ് ഷർത്ത് ജവാബ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഫലമായിട്ട് മറ്റൊരു സംഭവം ഉണ്ടാവും എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ എന്റെ അടുക്കൽ വരികയാണെങ്കിൽ ഞാൻ എണീറ്റ് നിൽക്കും. ഇത് രണ്ട് സെന്റൻസ് ഉണ്ട്. ഒന്ന് നീ എന്റെ അടുത്ത് വരിക എന്നുള്ളതും വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എണീറ്റ് നിൽക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ രണ്ട് സെന്റൻസുകൾ ഒരുമിച്ച് കൂടുന്നതിനാണ് ഷർത്ത് ജവാബ് എന്ന് പറയാം. ഇതിൽ ഷർത്തുകൾക്ക് അറബി ഭാഷയിൽ കുറച്ച് അദവാത്തുകൾ ഉണ്ട്, കുറച്ച് അടയാളങ്ങൾ ഉണ്ട്. ഇൻ, മ, മഹ്മ, അന്ന, മത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അടയാളങ്ങൾ ഉണ്ട്. അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ മുദാരിയായ ഫീലിന് അത് ജസ്മ് ചെയ്യും, അതേപോലെ തന്നെ സെക്കൻഡ് വരുന്ന ഫീലിനും അത് ജസ്മ് ചെയ്യും എന്നുള്ളത്. രണ്ട് സെന്റൻസുകൾ ഉണ്ടാവും. ഈ രണ്ട് സെന്റൻസുകളിലും രണ്ട് ഫീലുകളാണ് ഉണ്ടാവുക, മുദാരിയായ ഫീലുകളാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ മാദിയാണെങ്കിൽ ഏതായാലും ജസ്മ് ഉണ്ടാവില്ലല്ലോ, മുദാരിയ ഫീൽ ഉണ്ടാവുക. അങ്ങനെ ഫീൽ ഉണ്ടാകുമ്പോൾ അതിന് ജസ്മ് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ഏതായാലും അതിന്റെ കായിക ഒന്ന് നോക്കിയിട്ട് ഉദാഹരണ സഹിതം നമുക്ക് പഠിക്കാം. അൽ ഖവായിദുൻ നഹവിയ്യ അൽ മുതഅല്ലഖത്തു ബിശ്ശർത്തി എന്നുള്ളതാണ്. ഷർത്തിയായ ജുംല എന്ന് പറഞ്ഞാൽ ലഹ ഇദ്ദത്തു അദവാത്തിൻ, കുറെ അടയാളങ്ങളുണ്ട്. വഹിയ തർബിത്തുൽ ജുംല, രണ്ട് ജുംലകൾ ബന്ധിക്കുന്ന അടയാളങ്ങളുണ്ട്. ഒന്നാമത്തെ ജുംലക്ക് പറയാ വഹിയൽ ജുംലത്തു ഷർത്ത്, ഒന്നാമത്തെ ജുംല ഷർത്തിന്റെ ജുംല എന്ന് പറയും. രണ്ടാമത്തെ ജുംലക്ക് പറയാ ജുംലത്തുൽ ജവാബി എന്നാണ് രണ്ടാമത്തെ ജുംലക്ക് പറയാന്നുള്ളതാണ്. ഇനി അദവാത്തു ഷർത്ത് ഹിയ അദവാത്തുൻ, അവ അടയാളങ്ങളാണ്. തുജ്സിമു ഫിഅലൈനി, രണ്ട് ഫീലുകൾക്ക് അത് ജസ്മു ചെയ്യും. യുസമ്മ അവ്വലുഹുമ, അതിൽ രണ്ട് ഫീലുകളിൽ ഒന്നാമത്തിന് പറയാ ഫീലു ഷർത്ത് എന്ന് പറയാ, രണ്ടാമത്തതിന് എന്താ പറയാ ജവാബു ഷർത്ത്, ഷർത്തിന്റെ ജവാബി എന്നാണ് പറയാ, അല്ലെങ്കിൽ അതിന്റെ ഭാഗം എന്നുള്ളതാ പറയാന്നുള്ളത്. അതിൽ ഷർത്തുകളിൽ ഏറ്റവും കൂടുതൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രസിദ്ധമായ അടയാളങ്ങളാണ് ഇൻ എന്നുള്ളത്. അത് ഹർഫു ഷർത്തിൻ, ഷർത്തിന്റെ ഹർഫാണ്. മബനിയൻ അല സുക്കൂനി, ഇൻ എന്നുള്ളത് എപ്പോഴും ജസ്മായിരിക്കും, സുക്കൂനിന്റെ മേൽ മബനി ആയിരിക്കും. ലാ മഹല്ല ലഹു മിനൽ ഇറാബി, അത് ഇറാബിൽ പെട്ട അതിന് മഹലിൽ എന്ന് പറഞ്ഞാൽ അതിനെപ്പോഴും സുക്കൂനായിരിക്കും എന്നുള്ളത്. നസ്ബോ ജറോ ലമ്മോ അതിൽ വരില്ല എന്നുള്ളത് കേട്ടോ. അത് രണ്ട് ഫീലുകൾക്ക് ജസ്മ ചെയ്യും. നമുക്ക് ഉദാഹരണം പറയാം. അൽ മിസാൽ, ഉദാഹരണം, ഇൻ തദ്ഹബ്. ഇവിടെ ഇൻ തദ്ഹബ്, നീ പോവുകയാണെങ്കിൽ, തദ്ഹബ് എന്നാ പറഞ്ഞത് മുദാരിഅ ഫീൽ. നീ പോവുകയാണെങ്കിൽ അദ്ഹബ് മഴക്ക, ഞാനും നിന്റെ കൂടെ പോകുമെന്നുള്ളതാണ്. ഇത് രണ്ട് ഫീലുകളാണ് വരുന്നത്. ഒന്ന് ഇൻ തദ്ഹബ് എന്നുള്ളതും പിന്നെ അദ്ഹബ് മഴക്ക എന്നുള്ളതും. ഇനി മാദിയിലേക്ക് വരികയാണെങ്കിലോ ഇൻ ജിഇതനി, നീ എന്റെ അടുക്കൽ വരികയാണെങ്കിൽ അക്രംതുക, ഞാൻ നിന്നെ ബഹുമാനിക്കും എന്നുള്ളത്. മനസ്സിലായോ? ഇതില് ഇൻ തദ്ഹബ് എന്നുള്ളതാണ് ഒന്നാമത്തെ സെന്റൻസ്. രണ്ട് സെന്റൻസുകൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഇതാണ് അദവാത്തു ഷർത്ത്. ഈ ഒരു സെന്റൻസിനാണ് എന്ത് പറയാ, ജുംലത്ത് ഷർത്ത്, ഷർത്തിന്റെ ജുംല എന്ന് പറയാം. ഇനി നീ പോവുകയാണെങ്കിൽ അതിന്റെ ജവാബായിട്ട്, അതിന് ഉത്തരമായിട്ട് വരുന്നത് എന്താണ്, അദ്ഹബ്. എന്താ വരിക, അദ്ഹബ് എന്നാണ് വരിക. അദ്ഹബ് എന്ന് പറയുമ്പോൾ രണ്ട് സുക്കൂന, ഈ രണ്ട് ഫീലുകൾക്കും സുക്കൂന വന്നിട്ടുള്ളത്. അദ്ഹബ് എന്ന് പറഞ്ഞ മറ്റൊരു ജുംലയാണ്. ഞാൻ പോകും, ഞാനും നിന്റെ കൂടെ പോകും എന്നുള്ളതാണ് ജുംല. അപ്പോ രണ്ട് ജുംലകൾക്ക് എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്, ജസ്മ് ചെയ്യും, സുക്കൂന് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഇൻ അദവാത്ത് ഷർത്ത്, എല്ലാ അദവാത്ത് ഷർത്തുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുമെന്നുള്ള പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇൻ ജിഇതനി എന്നുള്ളതാ മാദിയായ ഫീല പറഞ്ഞിട്ടുള്ളത്. നീ എന്റെ അടുക്കൽ വരികയാണെങ്കിൽ അക്രംതുക, ഞാൻ നിന്നെ ബഹുമാനിക്കും എന്നുള്ളതാണ്. അപ്പോ ഒന്നാമത്തെ സെന്റൻസിൽ എന്താ പറയാ, ഷർത്തിന്റെ ജുംല, രണ്ടാമത്തതിന് അത് ജവാബ്, ഷർത്തിന്റെ ജവാബ്. ഈ ഷർത്തിന്റെ ജവാബാണ് ഇത് എന്നുള്ളതാണ് രണ്ടാമത്തെ ജുംല കേട്ടോ. ഇനി ഇത, അടുത്തൊരു അദവാത്താണ്, അടയാളാണ് ഇത. ഹുവ ഹർഫു ഷർത്തിൻ, അത് ഷർത്തിന്റെ അർഫാണ്. എത്തിദ ഇവനത് പലപ്പോഴും വരല്
ഖബിലൽ ഫീലിൽ മാദിയായ ഫീലിന് മുമ്പാണ് അത് വരല്. മുദാരിക്ക് ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഇദാ ജാഅ നസ്റുല്ലാഹി, അള്ളാഹുവിന്റെ സഹായം വരികയാണെങ്കിൽ, വൽ ഫത്ഹി, അതേപോലെ അള്ളാഹു നമ്മെ വിജയിക്കാൻ സഹായിക്കുകയാണെങ്കിൽ, അങ്ങനെ അർത്ഥങ്ങളാണ് വരിക. അതേപോലെ ഇദാ അക്രംത, നീ ബഹുമാനിച്ചാൽ, ഇദാ അക്രംത അൽ കരീമ, കരീമിനെ നീ ബഹുമാനിച്ചാൽ, മലക്കത്തുഹു, നീ അവനെ എന്താക്കിയിട്ടുണ്ട്, ഉടമപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി മെൻ, വമ, വമഹ്മ, ഈ 3 അടയാളങ്ങളെയാണ് കൂടുതൽ ഇതിൽ പഠിക്കാനുള്ളത്. മെൻ, മ, മഹ്മ, ഈ 3 അദവാത്തുകളെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ, കായികകൾ ഇതിൽ പറയുന്നുണ്ട്. എന്താ, മ എന്ന് പറഞ്ഞാലും മെൻ എന്ന് പറഞ്ഞാലും മഹ്മ എന്ന് പറഞ്ഞാലും അതിന് ശേഷം വരുന്ന ഫെയിലുകൾക്ക് ഏതൊക്കെ സ്ഥാനങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാ പറയുന്നത്. ഇപ്പോ നമ്മൾ ഒരു ഫെയിലായി കഴിഞ്ഞാൽ അത് ഒന്നല്ലെങ്കിൽ അതിന് ഖബറിന്റെ സ്ഥാനത്ത് വരും. ഖബർ മുബദ്ദദ എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കുറച്ച് മുമ്പത്തെ ചാപ്റ്ററിൽ, ഇനി പഠിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അതിന്റെ ഫീലുകള്, അതേപോലെ തന്നെ 2 തരം ഫീലുകൾ ഉണ്ട്. ഒന്ന് മുത്തഅദ്ദിയായ ഫീല് എന്ന് പറയും, ലാസിമായ ഫീല് എന്ന് പറയും. ഇതിലൊന്നും ചിന്തിക്കാനില്ല. മുത്തഅദ്ദി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനുള്ളതുള്ളൂ. അതിന് മഫ്ഊൽ ഉണ്ടാവില്ല മഫ്ഊൽ ഉണ്ടാവും എന്നുള്ളതാണ്. മുത്തഅദ്ദി പറഞ്ഞാൽ, ഞാനൊരു ഉദാഹരണത്തിന്, ഞാൻ ഒരു പാമ്പിനെ കൊന്നു എന്ന് പറയുമ്പോൾ ഞാൻ കൊന്ന പാമ്പാണ് അവിടെ മഫ്ഊലായിട്ട് വരുന്നത്. ഇതേ സമയം തന്നെ മുത്തഅദ്ദി അല്ലാതെ മഫ്ഊൽ അല്ലാതെ വരുന്ന ഫീലുകൾക്ക് ലാസിമ് എന്നാണ് പറയുക. ലാസിം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനുള്ളൂ. എന്താ, ഞാൻ വീണു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനെ വീണു എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഇരുന്നു, നമുക്ക് എന്തിനെ ഇരുന്നു പറയാൻ കഴിയില്ല. എന്തിൽ ഇരുന്നു, എവിടെ വീണു എന്ന് പറയാൻ കഴിയും. അപ്പൊ നമ്മൾ ചെറിന്റെ ഹർഫ് ഉപയോഗിക്കേണ്ടി വരും, ഫിയോ അതേപോലെ തന്നെ ബി ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ അതിന് മഫ്ഊൽ ഉണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് ദറബത്തു അല്ലെങ്കിൽ ഖതൽതു, ഞാൻ കൊന്നു, അൽ ഹയ്യത്ത, പാമ്പിനെ കൊന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മഫ്ഊൽ ഉണ്ട്, മുത്തഅദ്ദിയായ ഫീൽ ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് മാക്കും മഹ്മ, മെൻ എന്നുള്ളതിന് ഏതൊക്കെ ഫീലുകളാണ് വരിക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. മഹ്മ എന്നുള്ളതാ പറയുന്നത്. ഇനി അവസാനം വരുന്ന കുറച്ച് ഹർഫുകളാണ്, അദവാത്തുകളാണ് മത്ത, അയ്യാന, ഐന, അന്ന, ഹൈസുമ. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഷർത്തിന്റെ എന്താണ്, ഇസ്മുകളാണ് എന്നുള്ളതാണ് കേട്ടോ. മത്ത എപ്പോൾ എന്നർത്ഥം വരിക, അയ്യാൻ അറിയുമ്പോഴും അതേ അർത്ഥത്തിലാണ്. ഐന എവിടെ നിന്നാലും ഞാനും നിൽക്കും എന്ന അർത്ഥത്തിലാണ് വരിക. അന്ന അപ്പോൾ, നീ എവിടെ നിന്നോ അവിടെ ഞാൻ നിൽക്കും. ഹൈസുമ ആ സമയത്ത് എന്നുള്ള അർത്ഥമാണ് വരിക. ഉദാഹരണത്തിന് പറയുന്നുണ്ട്, മത്താ തെസുർനി, നീ എന്നെ എപ്പോൾ സന്ദർശിക്കുന്നുണ്ടോ, അസാദബിക്ക, എന്നാ ഞാൻ നിന്നെ കൊണ്ട് സന്തോഷവാനാവും. ഇവിടെ അസാദ് എന്നുള്ളതിന് എന്തുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്, ജിസ്മു കൊടുത്തിട്ടുണ്ട് കേട്ടോ. തെസുർനി എന്നുള്ള മുദാരിയായ ഫീലും ജിസ്മു കൊടുത്തിട്ടുണ്ട്. മുദാരിയായ ഫീല് വന്നാൽ എന്തായിരിക്കും, ആ 2 ഷർത്തിന്റെ ജുംലയിൽപ്പെട്ട ഫീലിനും ജവാബിന്റെ ജുംലയിൽപ്പെട്ട ഫീലിനും അവിടെ ജസ്മാണ് ലഭിക്കുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയുന്നത് കേട്ടോ. അതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. മഹ്മാമിൻ എന്നതിനെ കുറിച്ച് ഒരു കൂടുതൽ വിശദീകരിച്ച് പാഠത്തിൽ പറയുന്നുണ്ട്. അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതിൽ വരുന്ന ലാസിമായ ഫീലും മുത്തഅദ്ദിയായ ഫീലും മനസ്സിലാക്കിയാൽ മതി. എക്സാം ഓറിയന്റഡ് ആയിട്ട് അത് കൂടുതൽ ചോദിക്കില്ല എന്ന് വിചാരിക്കാം. കാരണം അതിൽ വളരെ വാസ്റ്റ് ആയിട്ടാണ് അതിനെ കുറിച്ച് പറയുന്നത്. എത്ര മനസ്സിലാക്കാനുള്ളൂ, ഈ അദവാത്തുകള് മുമ്പ് പറഞ്ഞ ഇൻ, ഇദ, മ, മഹ്മ, മത്ത, അന്ന, അയ്യാന, ഹൈസുമ എന്നുള്ള അദവാത്തുകൾ മനസ്സിലാക്കുക. ഇതിന്റെ കായിദ എങ്ങനെയാണ്, അത് മുദാരിയായ ഫീല് വരികയാണെങ്കിൽ ഷർത്തിന്റെ ജുംലയിൽപ്പെട്ട ഫീലിനും ജവാബിന്റെ ജുംലയിൽപ്പെട്ട ഫീലിനും ജസ്മ ചെയ്യും എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ പറയുന്ന മുഹദ്ദിറാത്ത്, മുസ്കിറാത്ത്, അതിന്റെ ദൂഷ്യഫലങ്ങള്, അതുപോലെ തന്നെ അതിന്റെ മോർഫിന്, ഓപ്പിയം, കൊക്കൈന്, അതിന്റെ വേർഡ് അതൊക്കെ കാണാതെ പഠിക്കണം. അതിന്റെ വേർഡുകളൊക്കെ മനസ്സിലാക്കുക. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസും മനസ്സിലാക്കുക. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഞാൻ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ അർത്ഥങ്ങൾ പറഞ്ഞുതരാം. മാഹു അക്ബർ അൻവായി മുഹദ്ദിറാത്തി, ലഹരി പദാർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും അക്ബറായത് ഏതാണ്, വലുത് ഏതാണ്? മാഹു തഅ്സീർ സൽബി ലിൽ ഖംറി, മദ്യം ഉപയോഗിക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഫലം എന്താണ്? മാദാ ജാഅ ഫിൽ ഖുർആനിൽ ഖംറി, മദ്യത്തെ തൊട്ട് ഖുർആനിൽ വന്ന ആയത്ത് ഏതാണ്? മിൻ ഖാല കുല്ലു മുസ്കിരിൻ ഹറാമൻ, കുല്ലു മുസ്കിരിൻ ഹറാമൻ എന്നുള്ളത് ആരാണ് പറഞ്ഞത്? ഇദർതഫഅത്തി നിസ്ബത്തുൽ കുഹൂലി ഫിദ്ദമി ഫമാദാ യകൂനു, രക്തത്തിൽ ആൽക്കഹോളിന്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഉദ്കുർ അദദൻ മിൻ അശ്ഹരി അൻവാഇൽ മുഖദ്ദിറാത്തി, ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് കുറച്ച് പ്രസിദ്ധമാക്കപ്പെട്ട കുറച്ച് എണ്ണങ്ങൾ പറയുക എന്നുള്ളതാണ്. മാദാ യജിബു അലൈന, നമ്മുടെ മേൽ നിർബന്ധമായ കാര്യം എന്താണ്? അത് നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കലിന് ഒഴിവാക്കണം എന്നുള്ളതാണ് ഇതിന് ആൻസർ വരട്ടോ. ആൻസർ ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ മുഹദ്ദിറാത്ത്, മുസ്കിറാത്ത് എന്നുള്ള പാഠം തീർന്നിട്ടുണ്ട്.
ഇനി ഇൻഷാല്ല അടുത്ത പാഠമായിട്ട് വരാം. ഇത് ശരിക്കും ഇതിന് വേർഡുകളും കാര്യങ്ങളും പഠിക്കണം, ഇതിന്റെ ഗ്രാമർ ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം. അതോടുകൂടി ഈ പാഠം തീർന്നിട്ടുണ്ട്. ഷർത്ത് ജവാബ് എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമർ എന്നുള്ളത് അതൊരു ജുംലയായിട്ട് മാറുമ്പോഴാണ് നമുക്ക് പ്രയാസമായിട്ട് തോന്നുക. എന്നാലും അത് മുതാരിയായ ഫീലിംഗ് ജസ്മ ചെയ്യും എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമർ ആണ് ഇതിൽ പറയുന്നത്. അതോടുകൂടി ഈ 14ാമത്തെ പാഠം തീർന്നിട്ടുണ്ട്.